ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂഫോറിയ എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ സീസണിന്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. രണ്ടാമത്തെ സീസൺ അവസാനിച്ചതിൽ നിന്നും ഏകദേശം 5 വർഷത്തെ ടൈം ജമ്പിന് ശേഷമാണ് മൂന്നാമത്തെ സീസൺ ആരംഭിക്കുന്നത്. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ മെക്സിക്കോയിലെ മരുഭൂമിയിലൂടെ കാർ ഓടിച്ചു പോകുന്ന റൂണിയാണ് കാണിക്കുന്നത്. മെക്സിക്കോയിൽ നിന്നും US കടക്കാനായി അതിന്റെ ബോർഡറിന്റെ വശത്തെത്തിയതും ബൈക്കിൽ വന്നൊരു വ്യക്തി റൂവിനെ മെക്സിക്കോയിൽ നിന്നും US കടക്കാൻ വേണ്ടി കാർ ഓടിച്ച് കടത്താൻ പറ്റുന്ന രീതിയിൽ മോളിന്റെ മേലേക്ക് ഒരു ലാഡർ എടുത്ത് വെച്ച് കൊടുക്കുന്നു. റൂ സൂക്ഷ്മതയോടെ കാർ ആ ലാഡറിന്റെ മേലെ കൂടെ കയറ്റി അപ്പുറത്തേക്ക് കടത്താനായി നോക്കിയതും അവരുടെ കഷ്ടാലത്തിന് വണ്ടി വോളിന്റെ മുകളിൽ കുടിക്കുന്നതോടെ റൂവിന് വണ്ടി ഉപേക്ഷിച്ച് അവിടെ നിന്നും നടന്നു പോകേണ്ടി വരുന്നു. അങ്ങനെ ആൾ താമസമില്ലാത്ത ആ ഒഴിഞ്ഞ പറമ്പിലൂടെ നടന്നു പോകുന്ന സമയം അവിടെ കാറ്റൽസിനെല്ലാം വളർത്തുന്ന ഒരു വീട് കണ്ടതും യാത്ര ചെയ്ത ക്ഷീണം കാരണം റൂ അവിടെ തൊഴുത്തിലുണ്ടായിരുന്ന വൈക്കോലിന്റെ മേലെ കയറി കിടന്നുറങ്ങുന്നു. അവിടെ കടിച്ചത് പിറ്റേ ദിവസം രാവിലെ ആ വീട്ടിലെ ചെറിയ കുട്ടി പശുക്കളെ നോക്കാൻ വന്ന സമയം റൂവിനെ നോട്ടീസ് ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ആ വീട്ടുകാർ വളരെയധികം സന്തോഷത്തോടെ റൂവിനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം അവൾക്ക് കഴിക്കാനായി ബ്രേക്ക്ഫാസ്റ്റും കുളിച്ചു മാറാനായി ഡ്രസ്സും എല്ലാം എടുത്ത് കൊടുക്കുന്നു. തികഞ്ഞ വിശ്വാസികളായിട്ടുള്ള അവരുടെ കൂടെ കുറേയധികം സമയം ചെലവഴിച്ചതും റൂവിന് അവരുടെ പ്രാർത്ഥനയും രീതികളും എല്ലാം കണ്ട് അവരുടെ അടുത്ത് ചെറിയ ഇഷ്ടമെല്ലാം തോന്നുന്നു. അങ്ങനെ ആ ദിവസം മുഴുവൻ അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം റൂ അവരുടെ അടുത്ത് താൻ മറ്റൊരിക്കൽ വരാമെന്ന് പറഞ്ഞ് ആ വീട്ടിലെ ഏഞ്ചൽ എന്ന പെൺകുട്ടിയുടെ സഹായത്തോടെ ഹൈവേയുടെ സൈഡിലെത്തിയ റൂ ഏഞ്ചലിന്റെ അടുത്ത് യാത്ര പറഞ്ഞ് അതിലൂടെ പോയ ഒരു കാലിഫോർണിയൻ ബസ്സിൽ കയറി പോകുന്നു. അവിടെ കട്ട് ചെയ്ത് രാത്രിയിൽ കാലിഫോർണിയ ടൗണിൽ നിന്നും കുറേയധികം ഉള്ളിലേക്ക് മാറി ഫാമിന്റെ നടുക്കുള്ള ഒരു വീട്ടിലേക്ക് പോകുന്ന റൂവിനെയാണ് കാണിക്കുന്നത്. തന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗുകളെല്ലാം ആ വീട്ടിലെ മേശപ്പുറത്ത് വെച്ച ശേഷം ഒരു ചെയറിലിരുന്ന് TV കണ്ടുകൊണ്ടിരുന്ന ലേഡിയുടെ അടുത്ത് കാർ മെക്സിക്കോ ബോർഡറിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി എന്ന കാര്യമെല്ലാം പറയുന്നു. അപ്പോഴാണ് നമുക്ക് ആ ലേഡി കഴിഞ്ഞ സീസണിൽ റൂവിന് ഒരു സ്യൂട്ട് കേസ് നിറച്ച് മയക്കുമരുന്നെല്ലാം സപ്ലൈ ചെയ്തിരുന്ന ലോറ എന്ന മയക്കുമരുന്ന് സപ്ലയർ ആയിരുന്നു എന്ന കാര്യമെല്ലാം മനസ്സിലാവുന്നത്. അവിടെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ് കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്കിൽ മയക്കുമരുന്നിന്റെ എല്ലാം ഉപയോഗം കാരണം അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയതോടെ വരുമാനത്തിനായി ഒരു പാർക്കിംഗ് സ്പേസിൽ ജോലിക്ക് നിൽക്കുന്ന റൂവിനെയാണ് കാണിക്കുന്നത്. ഈ സമയം ലോറി തന്റെ ആൾക്കാരുമായി വന്ന് റൂവിനോട് തന്റെ കയ്യിൽ നിന്നും മേടിച്ചുകൊണ്ട് പോയ മയക്കുമരുന്നിന്റെ പൈസ തിരിച്ചു തരാനായി പറയുന്നു. ലോറിന്റെ കണ്ട റൂ ചെറുതായൊന്ന് പാനിക് ആവുന്നുണ്ടെങ്കിലും അവൾ താൻ ആ $30,000 എത്രയും പെട്ടെന്ന് തന്നെ നൽകാമെന്ന് പറഞ്ഞ് അവനോട് പ്രശ്നമുണ്ടാക്കാതെ അവിടെ നിന്നും പോകാനായി പറയുന്നു. എന്നാൽ ലോറി $30,000 3 കൊല്ലം മുമ്പായിരുന്നുവെന്നും ഇപ്പോൾ ഇൻട്രസ്റ്റ് അടക്കം നീ എനിക്ക് $100,000 നൽകണമെന്ന് പറഞ്ഞ് റൂവിനോട് എത്രയും പെട്ടെന്ന് പൈസ നൽകാനായി പറയുന്നു. പൈസ കേട്ട് ഷോക്കായ റൂ തനിക്ക് ഒരിക്കലും അത്രയും പൈസ അറേഞ്ച് ചെയ്യാനാവില്ലെന്ന് പറഞ്ഞതും നീയുടെ ഇടപെടൽ കാരണം ലോസ് ആഞ്ചൽസിലെ തന്റെ ബിസിനസ്സുകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ലോറി കാലിഫോർണിയയിൽ താൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ സപ്ലൈ ചെയിന്റെ ഭാഗമായി തനിക്ക് തരാനുള്ള പൈസയുടെ കടം തീരുന്നവരെ റൂവിനോട് തനിക്ക് വേണ്ടി ജോലി ചെയ്യാനായി പറയുന്നു. അവിടെ കക്ഷിത് ലോറി പറഞ്ഞ പ്രകാരം മെക്സിക്കോയിലെ ഒരു സ്ട്രിപ്പ് ക്ലബിലേക്ക് കയറി പോകുന്ന റൂവിനെയാണ് കാണിക്കുന്നത്. റൂവിനെ കണ്ടതും ഒരു വ്യക്തി അവിടെ സ്റ്റേജിന്റെ പുറകിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ശേഷം സൂര്യയുടെ അയാൻ ചിത്രത്തിലുള്ള പോലത്തെ ക്യാപ്സ്യൂളുകളെല്ലാം വിഴുങ്ങാനായി കൊടുക്കുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞതും തന്റെ ജോലി കുറച്ചുകൂടി എളുപ്പത്തിലാക്കാനായി റൂ തന്റെ സുഹൃത്തായിട്ടുള്ള പെയിനെയും ഇതിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അവർ ആ ബാസ്കറ്റിനകത്തുള്ള ക്യാപ്സ്യൂളെല്ലാം വിഴുങ്ങിയ ശേഷം കാറുമെടുത്ത് മെക്സിക്കോയിൽ നിന്നും ആർക്കും ഒരു തരത്തിലുള്ള സംശയം തോന്നാതെ US ചെക്ക് പോസ്റ്റെല്ലാം കടന്നുകൊണ്ട് നേരെ കാലിഫോർണിയയിലേക്ക് പോകുന്നു. കാലിഫോർണിയയിലുള്ള ലോറിയുടെ സ്ഥലത്തെത്തിയാലുടൻ തന്നെ അവർ പൊമ്മിറ്റ് ചെയ്തും മോഷനിലൂടെയുമെല്ലാം വിഴുങ്ങിയ ക്യാപ്സ്യൂളുകൾ പുറത്തെടുത്ത് ലോറിക്ക് കൊടുക്കുന്നു. പ്രസന്റിൽ ലോറിയുടെ കടം വീട്ടാനായി ആ ജോലിയും സ്വന്തം ചെലവിനുള്ള പൈസ കണ്ടെത്താനായി ഒഴിവ് സമയങ്ങളിൽ ഊബർ ഓടിക്കുന്ന റൂവിനെയാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് തന്റെ ടാക്സിയിൽ കയറിയ കസ്റ്റമേഴ്സിനെ കാലിഫോർണിയയിലെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം റെസ്റ്റ് എടുക്കാനായി ലെക്സിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന റൂവിനെയാണ് കാണിക്കുന്നത്. ലെക്സിയെ പറ്റി നോക്കുകയാണെങ്കിൽ ഫിലിം ആനിമേഷനിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ലെക്സി ഒരു ഹോളിവുഡ് ഡയറക്ടറുടെ അസിസ്റ്റന്റായി ജോലി ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. റൂ താനെന്ന് ആ ബോർഡറിൽ വെച്ച് മീറ്റ് ചെയ്ത പ്രാർത്ഥനയും വിശ്വാസവുമായി പോകുന്ന ആ ഫാമിലിയെ പറ്റിയെല്ലാം ലെക്സിയുടെ അടുത്ത് വിശദീകരിച്ച ശേഷം താനും ആ പാത ഫോളോ ചെയ്യുന്നതിനെ പറ്റിയുള്ള അഭിപ്രായത്തെ പറ്റിയെല്ലാം തിരക്കുന്നു. എന്നാൽ റിലീജിയസ് സംഭവങ്ങളോട് അത്ര താല്പര്യമില്ലാത്ത ലെക്സി ഈ ഒരു സിസ്റ്റം വളരെയധികം ജഡ്ജ്മെന്റിലായിരിക്കും എന്ന് പറഞ്ഞതും റൂ വിഷയം മാറ്റാനായി നീ ഫ്രീ ടൈം കിട്ടുമ്പോഴെല്ലാം റാങ്കോനെ വിളിക്കാൻ നോക്കാനായി പറയുന്നു. ലെക്സി തനിക്ക് മിക്ക ആഴ്ചകളിലും ഓഫ് ഡേയ്സ് ഒന്നും ലഭിക്കാറില്ലെന്നും അതുകൊണ്ടാണ് വിളിക്കാൻ വേണ്ടി ടൈമൊന്നും കിട്ടാത്തതെന്ന് പറഞ്ഞ് റൂവിന്റെ ആ ചോദ്യങ്ങളെല്ലാം ഒഴിവാക്കി വിടാനായി നോക്കുന്നു.
അങ്ങനെ അവരുടെ സംസാരത്തിനിടയിൽ റൂ ജൂൾസിനെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് തിരക്കിയതും ലക്സി താൻ മാഡിയിൽ നിന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞ് റൂവിന്റെ അടുത്ത് ജൂൾസ് ഇപ്പോൾ ഒരു ഷുഗർ ബേബി ആയിട്ടാണ് ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു. അവിടെ കട്ട് ചെയ്ത് ലക്സിനെ ഷൂട്ടിംഗ് സെന്ററിൽ വെച്ച് മീറ്റ് ചെയ്യുന്ന മാഡിനെയാണ് കാണിക്കുന്നത്. മാഡിയെ പറ്റി നോക്കുകയാണെങ്കിൽ വലിയ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ആക്ടേഴ്സിന്റെയും എല്ലാം മാനേജറായി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മാഡി ഇതുവഴി ഒരുപാടധികം കോണ്ടാക്റ്റുകളെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിലും അവൾ മറ്റൊരു കമ്പനിയുടെ അണ്ടറിൽ ഇവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള വരുമാനമൊന്നും ലഭിക്കാതെ ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ കട്ട് ചെയ്ത് തന്റെ സീനിയർ ഒരു മൂവി സീനെല്ലാം ഡയറക്റ്റ് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുന്ന ലക്സിനെയാണ് കാണിക്കുന്നത്. ഈ ടൈമിൽ ലക്സി തന്റെ ഒരു സജഷൻ സീനിയറിന്റെ അടുത്ത് പറഞ്ഞതും അതിലെ നായകനായ ഡൈലനും സീനിയർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് വീട്ടിൽ വൾഗറായിട്ടുള്ള കോസ്റ്റ്യൂം എല്ലാം ധരിച്ചുകൊണ്ട് ജോലിക്കാരിയെ കൊണ്ട് അതിന്റെ ഫോട്ടോ എല്ലാം എടുപ്പിക്കുന്ന കാസിനെയാണ് കാണിക്കുന്നത്. അവൾ പലതരത്തിൽ പോസ് എല്ലാം ചെയ്തുകൊണ്ട് ജോലിക്കാരുടെ അടുത്ത് അതിന്റെ ഫോട്ടോ എല്ലാം എടുക്കാൻ പറഞ്ഞതും ഇതേ ടൈമിൽ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്ന നെയ്റ്റ് വൾഗറായിട്ടുള്ള കോസ്റ്റ്യൂമിൽ കാസി ഡ്രസ് ചെയ്തിരിക്കുന്നത് കണ്ട് ഇതുപോലത്തെ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നതിന്റെ പേരിൽ കാസിയുമൊത്ത് ഒരു വഴക്കെല്ലാം ഉണ്ടാക്കുന്നു. അവൻ താനിവിടെ കൺസ്ട്രക്ഷൻ കമ്പനി എല്ലാം നടത്തി പൈസ ഉണ്ടാക്കുന്ന സമയം നീ എന്തിനാണ് നിന്റെ ഫോട്ടോസ് എല്ലാം അശ്ലീല വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞ് കാസിനോട് നിർബന്ധപൂർവ്വം ആ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്യാനായി പറയുന്നു. നെയ്റ്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ തന്റെ അച്ഛന്റെ കൺസ്ട്രക്ഷൻ കമ്പനി എല്ലാം ഏറ്റെടുത്ത് കാലിഫോർണിയയിൽ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വില്ലയെല്ലാം പണിതുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെയൊക്കെ ചെയ്ത് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് അലീനെ മീറ്റ് ചെയ്യുന്ന റൂവിനെയാണ് കാണിക്കുന്നത്. റൂ താൻ ആ ബോർഡറിൽ വെച്ച് കണ്ട ഫാമിലിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അലിയുടെ അടുത്ത് പറഞ്ഞതും റൂവിന്റെ മൈൻഡിലെ ഈ ഒരു ചേഞ്ച് കണ്ട് അവളോട് നിനക്ക് ആ പാത ഇഷ്ടമാണെങ്കിൽ നീ എന്തായാലും ആ വഴി ഫോളോ ചെയ്ത് പോകണമെന്ന് പറയുന്നു. ആദ്യമായി ഒരു വ്യക്തി തനിക്ക് ഇത്രയും സപ്പോർട്ട് തരുന്നത് കണ്ടതും റൂവിന് തന്റെ തീരുമാനത്തിൽ മുന്നോട്ട് പോകാനുള്ള കോൺഫിഡൻസ് എല്ലാം വരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ലോറി വിളിച്ചത് പ്രകാരം ആ ഫാം ഹൗസിന്റെ താഴെ രഹസ്യമായി പ്രവർത്തിക്കുന്ന മയക്കുമരുന്ന് ലാബിലേക്ക് വന്നിരിക്കുന്ന റൂണിയാണ് കാണിക്കുന്നത്. റൂണിയെ കണ്ടതും മെയിൻ പെയ്യുടെ കയ്യിൽ നിന്നും ഒരു പാക്കറ്റ് മയക്കുമരുന്ന് എല്ലാം എടുത്ത് റൂവിന് കൊടുത്ത ശേഷം ഈ പാക്കറ്റ് അതേപോലെ ആ ഹിൽ ടോപ്പിന്റെ മുകളിലുള്ള വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനായി പറയുന്നു. അങ്ങനെ കുറെ നേരത്തെ ഡ്രൈവിനൊടുവിൽ ആ ഹിൽ ടോപ്പിന്റെ വീടെത്തിയതും കുറെ നേരത്തെ ലോങ് ഡ്രൈവ് കാരണം വാഷ്റൂം യൂസ് ചെയ്യാൻ തോന്നിയ റൂ അവിടെ ദേഷ്യപ്പെട്ട മുഖഭാവമായി നിൽക്കുന്ന ഒരു വ്യക്തിയെ കണ്ടതും അയാളുടെ അടുത്ത് വാഷ്റൂമിലേക്കുള്ള വഴി ഏതാണെന്ന് ചോദിക്കുന്നു. ആ വ്യക്തിയുടെ പേരാണ് ബിഷപ്പ് റൂമിനെ കണ്ട ഉടൻ തന്നെ അവളുടെ കയ്യിൽ നിന്നും മയക്കുമരുന്നെല്ലാം നിറച്ചിട്ടുള്ള ആ ബാഗ് എല്ലാം മേടിച്ച ശേഷം അവളോട് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പൊക്കോളാനായി പറയുന്നു. ബിഷപ്പ് ഈ മയക്കുമരുന്നെല്ലാം നിറച്ചിട്ടുള്ള ബാഗ് എടുത്ത നേരെ അവിടുത്തെ ഓഫീസ് റൂമിൽ ജോലി ചെയ്ത ഷോട്ട് എന്ന പയ്യനെ കൊണ്ടുപോയി കൊടുത്തതും ഷോട്ട് ബാഗിലുണ്ടായിരുന്ന ക്വാണ്ടിറ്റി എല്ലാം പരിശോധിച്ച് നോക്കിയ ശേഷം ഡ്രോയറിൽ നിന്നും ഒരു കെട്ട് പൈസ എടുത്ത് അത് നേരെ ബിഷപ്പിന് എറിഞ്ഞു കൊടുക്കുന്നു. ഇതേ ടൈമിൽ വാഷ്റൂം അന്വേഷിച്ച് മുകളിലേക്ക് പോയ റൂം അവിടെ ഒരുപാടധികം പെൺകുട്ടികളെല്ലാം റൊമാൻസ് ചെയ്യുന്നതും പാർട്ടിയിൽ എൻജോയ് ചെയ്യുന്നതും കണ്ട് റൂവിന് ഈ സ്ഥലം വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവൾ ബാത്റൂം അന്വേഷിച്ചുകൊണ്ട് ആ ഫ്ലോറിലെ ഓരോ മുറികളും തുറന്നു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം അപദവശാൽ ഒരു പെൺകുട്ടി ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുറിയിൽ ചെന്ന് കയറുന്നു. എന്നാൽ ആ പെൺകുട്ടി റൂവിനെ മുറിയിൽ നിന്നും ഇറക്കി വിടുന്നതിന് പകരം അവളോട് തന്നെ ഡ്രസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചതും ലെസ്ബിയനായിട്ടുള്ള റൂവിന് അവിടെ നിൽക്കാനുള്ള ഇൻട്രസ്റ്റ് വീണ്ടും കൂടുന്നു. അവൾ തൊട്ടപ്പുറത്തെ ഹാളിൽ ഒരുപാടധികം പെൺകുട്ടികൾ ഡാൻസ് എല്ലാം കളിച്ച് എൻജോയ് ചെയ്യുന്നത് കണ്ട് വേഗം തന്നെ തന്റെ കോട്ടെല്ലാം ഊരിക്കളഞ്ഞ് അവരോടൊപ്പം ആ പാർട്ടിയിൽ എൻജോയ് ചെയ്യാനായി നോക്കുന്നു. റൂ തന്റെ ലിമിറ്റേഷൻസ് എല്ലാം ക്രോസ് ചെയ്യുന്നത് കണ്ട ബിഷപ്പ് വേഗം തന്നെ റൂവിനെ ആ വീട്ടിൽ നിന്നും പിടിച്ച് പുറത്തേക്കാക്കാനായി നോക്കിയതും ഈ കാര്യം നോട്ടീസ് ചെയ്ത ആ ഹൗസിന്റെ ഓണറായിട്ടുള്ള ആൽമോ ബിഷപ്പിനോട് റൂവിനെ തന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി പറയുന്നു. ഇതേ ടൈമിൽ ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിലൂടെ റൂ കൊണ്ടുകൊടുത്തിട്ടുള്ള മയക്കുമരുന്നെല്ലാം അവിടുത്തെ ഗേൾസിന് വിൽക്കാൻ നോക്കുന്ന ഷോട്ടിനെയും നമുക്ക് കാണാനായി സാധിക്കും. റൂ ആൽമോയ്ക്ക് തന്നെ സ്വയം പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം ലോറയ്ക്ക് വേണ്ടി താൻ ചെയ്തു കൊടുത്തിട്ടുള്ള ജോലികളെ പറ്റിയെല്ലാം ആൽമോന്റെ അടുത്ത് പറയുന്നു. ആൽമോനെ പറ്റി നോക്കുകയാണെങ്കിൽ 4-5 സ്ട്രിപ്പ് ക്ലബും ഒട്ടനവധി ബിസിനസ്സുകളെല്ലാമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ സീരീസിൽ കാണിക്കുന്നത്. ആൽമോയും റൂവും തമ്മിലുള്ള കുറച്ചു നേരത്തെ സംസാരം കൊണ്ട് തന്നെ ആൽമോയ്ക്ക് റൂവിന്റെ ഈ സ്വഭാവം വളരെയധികം ഇഷ്ടപ്പെടുന്നു. അവിടെ കട്ട് ചെയ്ത് രാത്രിയിൽ ഒരു ക്യാൻറ്റീനിലെ ഡിന്നറെല്ലാം കഴിക്കുന്ന നെയ്റ്റിനെയും കാസിനെയുമാണ് കാണിക്കുന്നത്. കാസി നെയ്റ്റിന്റെ അടുത്ത് നമ്മുടെ വെഡിങ്ങിന് ഇനി അധികം ദിവസമില്ലെന്നും അതുകൊണ്ട് ഡെക്കറേഷന് വേണ്ടി താൻ പറഞ്ഞതുപോലത്തെ ഒറിജിനൽ ഫ്ലവേഴ്സ് തന്നെ വേണമെന്ന് പറയുന്നു. എന്നാൽ നെയ്റ്റ് ഒറിജിനൽ ഫ്ലവേഴ്സിന് $56,000 ചെലവ് വരുമെന്നും ഒറ്റ ദിവസത്തിന് വേണ്ടി അത്രയും പൈസയൊന്നും ചെലവാക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് കാസിനോട് നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും വെച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു.
നേറ്റിന്റെ ഈ ഒരു തീരുമാനം കേട്ട് ദേഷ്യം വന്നു കാസി. തന്റെ കയ്യിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനായി ഒരു മാർഗമുണ്ടെന്ന് പറഞ്ഞ് താൻ നേരത്തെ എടുത്ത ഫോട്ടോസ് എല്ലാം OF വെബ്സൈറ്റിലിട്ട് അതിലൂടെ ഫ്ലവേഴ്സ് വാങ്ങാനുള്ള പൈസ എല്ലാം താൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയുന്നു. കാസിയുടെ ഈ ഒരു സംസാരം കേട്ട് കൺട്രോൾ നഷ്ടപ്പെട്ട നേറ്റ് അവളുടെ അടുത്ത് വളരെയധികം ഷൗട്ട് ചെയ്തു. കാസി പൈസ ഇല്ലെങ്കിൽ കല്യാണം തൽക്കാലം മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് നേറ്റിന് നേരെ പ്രശ്നമെല്ലാം ചെലുത്തുന്നു. കാസിയുടെ ഈ ഒരു സ്വഭാവം കണ്ട് നേറ്റിന് തന്റെ ക്ഷമ നഷ്ടപ്പെട്ടതും അവൻ ആ ദേഷ്യത്തിൽ നീ എന്തെങ്കിലും കാണിക്കാൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവിടെ കച്ചിത് ആൽമോയുടെ സ്ട്രിപ്പ് ക്ലബിൽ തനിക്ക് ഒരു ജോലിയെല്ലാം പറഞ്ഞ് റെഡിയാക്കുന്ന റൂവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ റൂവിന്റെ കഷ്ടകാലത്തിന് അവൾ കൊണ്ടുകൊടുത്ത മയക്കുമരുന്ന് ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടതും അവരുടെ എല്ലാം സംശയങ്ങൾ റൂവിന് നേരെ തിരിയുന്നു. റൂ താൻ സിൻസിയറാണെന്നും താൻ ഇതിനകത്ത് ഒന്നും തന്നെ കലർത്തിയിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് ആൽമോന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ലോറിയുമായി സംസാരിച്ചോളാനേ പറയുന്നു. കുറെ നേരത്തെ അവർക്കിടയിലുള്ള ചർച്ചയ്ക്കൊടുവിൽ ആൽമോ നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് റൂവിന്റെ തലയിൽ ഒരു ആപ്പിളെല്ലാം പ്ലേസ് ചെയ്ത ശേഷം തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ആപ്പിളിനെ ഷൂട്ട് ചെയ്തിടാനായി പോയിന്റ് ചെയ്ത് നിൽക്കുന്നു. താൻ ഇവിടെ നിന്നും ഓടാൻ ശ്രമിച്ചാൽ തന്നെ ഷൂട്ട് ചെയ്തു കൊല്ലും എന്ന് മനസ്സിലാക്കിയ റൂം ആപ്പിൾ തന്റെ തലയിൽ നിന്നും താഴെ വീഴാത്ത രീതിയിൽ ഒരുവിധം ബാലൻസ് ചെയ്ത് നിൽക്കാനായി നോക്കിയതും പെട്ടെന്ന് കണ്ണടച്ച് തുറക്കും മുന്നേ തന്നെ റൂവിനെ ഞെട്ടിച്ചുകൊണ്ട് ആൽമോയുടെ ബുള്ളറ്റ് തലയിലുള്ള ആപ്പിളും തകർത്തുകൊണ്ട് പോകുന്നു. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് കണ്ട് വളരെയധികം സന്തോഷവതിയായ റൂ അവിടെ വെച്ച് പൊട്ടിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.